നമസ്കാരം. ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞ വയനാടിനെ പുനരുദ്ധരിക്കുവാൻ വേണ്ടി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അരയും തലയും മുറുക്കി കേരളീയരും കേരളത്തിന് പുറത്തുള്ള പ്രവാസികളടക്കമുള്ള ആളുകൾ സഹകരിച്ചു നിൽക്കുമ്പോൾ, വയനാട് ജനതയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ, ഇവിടെ കേരളത്തിൽ വിവിധ സംഘടനകളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നതിൽ മുറുമുറുപ്പുണ്ടാകുന്നു. പലരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഇവരെല്ലാം സൈബർ പോലീസിന്റെ സഹായത്തോടുകൂടി കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കോപ്പുകൂട്ടുന്നു. എന്നാൽ ഇതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ, അതായത് CPM-ന്റെ യുവജന പ്രസ്ഥാനമായ DYFI ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിക്കുന്നില്ല, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് DYFI പണം നൽകില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ DYFI പറയുന്നത്, ഞങ്ങൾ നേരിട്ട് വയനാട് ദുരന്ത മുഖത്തെത്തി അവിടെ 25 വീടുകൾ DYFIയുടെ ശ്രമദാനം കൊണ്ട് വച്ചു കൊടുക്കും എന്നാണ്. അതായത് ദുരന്തം തകർത്തെറിഞ്ഞ വയനാട്ടിൽ 25 വീടുകൾ DYFIയുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ DYFI പിരിവെടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ മാത്രമേ വയനാട് ദുരന്തമുഖത്ത് ദുരിതാശ്വാസം എത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വട്ടിയൂർക്കാവിലും കോഴിക്കോട് ജില്ലയിലുമെല്ലാം നാം കണ്ടത്. കോഴിക്കോട് ജില്ലയിൽ SFIയുടെ കുട്ടികളാണ് ദുരിതാശ്വാസ നിധിയുമായി ബക്കറ്റ് പിരിവിനിറങ്ങിയതെങ്കിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് ചുവന്ന കൊടിയും പിടിച്ച് CPM-ന്റെ പ്രവർത്തകർ ചുവന്ന ബക്കറ്റുമായി കടകൾ തോറും കയറിയിറങ്ങി വയനാട്ടിലെ ദുരിതാശ്വാസ നിധിക്ക് പിരിവ് ശേഖരണം നടത്തുന്നുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ പോലും മുഖ്യമന്ത്രിയുടെ വാക്കുകളെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് കൃത്യമായി തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ ഓഖി ദുരിതാശ്വാസം, അതുപോലെ തന്നെ പ്രളയ ദുരിതാശ്വാസം, കോവിഡ് ദുരിതാശ്വാസ കാലത്തൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ കോടിക്കണക്കിന് രൂപ വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള കേസ് വരെ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നു. ഇത് സമൂഹ മധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കുറിച്ചുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തി എന്ന് തന്നെയാണ് പലരും പറയുന്നത്. ഉഴവൂർ വിജയന് 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകമാറ്റി കൊടുത്തു. അതുപോലെ കൊല്ലപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ ഡ്രൈവർക്ക് വേണ്ടിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകമാറ്റി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ, മാത്രമല്ല കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് കോവിഡ് കാലത്ത് ലാപ്ടോപ്പ് മേടിക്കുവാൻ വേണ്ടി 81 കോടിയിലധികം രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകമാറ്റി ചിലവഴിച്ചു എന്നിങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുവാൻ പലരും തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ആ ദുരിതാശ്വാസ നിധിയിൽ പലരും അവിശ്വാസം കാണിക്കുന്നു എന്നുള്ളതാണ് നാളിതുവരെയുള്ള അനുഭവം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഴയതുപോലെ പണം എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത് ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള അവിശ്വാസം തന്നെയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കുവാൻ മുഖ്യമന്ത്രിയുടെ സംഘടനയുടെ യുവജന പ്രസ്ഥാനങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയിലുള്ള അവിശ്വാസം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ പലരും ഇപ്പോൾ വയനാട് ദുരന്ത മുഖത്തെത്തി നേരിട്ട് തന്നെ ദുരിതാശ്വാസം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കൂടി അറിയുന്നു. അതായത് ഗോകുലം ഗ്രൂപ്പിന്റെ വകയായി 25 വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഇതുപോലെ രാഹുൽ ഗാന്ധിയും യൂത്ത് കോൺഗ്രസും ചേർന്ന് വയനാട്ടിൽ 100 വീടുകൾ സ്ഥാപിക്കും എന്ന് പറയുന്നു. ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന HRDS എന്ന സംഘടന വയനാട്ടിൽ എത്ര വീട് വേണമെങ്കിലും വെച്ചു കൊടുക്കാൻ തയ്യാറാണ്. കളിസ്ഥലങ്ങൾ, മൈതാനങ്ങൾ, കുടിവെള്ള പദ്ധതി എന്നിങ്ങനെ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് ആവശ്യമായ എല്ലാവിധ പദ്ധതികളും 10 പൈസ ആരിൽ നിന്നും പിരിവെടുക്കാതെ, സർക്കാരിന്റെ പണമില്ലാതെ തന്നെ ജനങ്ങളിൽ നിന്ന് പിരിവെടുക്കാതെ വെച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് HRDS മുഖ്യമന്ത്രിയെ രേഖാമൂലം അറിയിച്ചു. ഇതുപോലെ വിവിധ സംഘടനകൾ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി അടക്കമുള്ള മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പണം കൊടുക്കാം എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സാധാരണക്കാരിൽ സംശയമായി ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഒരുപക്ഷെ അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തുവാനുള്ള തടസ്സമായി കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വയനാട്ടിൽ ആകെ തകർന്നു എന്ന് പറയുന്നത് 650-അടുത്ത് വീടുകളാണ്. 1000 വീട് വേണമെന്നുണ്ടെങ്കിലും വയനാട്ടിൽ ദുരന്തമുഖത്ത് വച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് HRDS പറയുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അത്തരം മാർഗങ്ങൾ ആലോചിക്കാത്തത് എന്നാണ് സാധാരണക്കാരൻ ചോദിക്കുന്നത്. വീടുകൾ മാത്രമല്ല, കളിസ്ഥലങ്ങളും
കുടിവെള്ള പദ്ധതിയും ഉൾപ്പെടെ സ്കൂളുകൾ ഉൾപ്പെടെ വയനാടിന് ആവശ്യമായ എല്ലാ പുനരധിവാസ കേന്ദ്രങ്ങളും എല്ലാ നിർമ്മിതികളും ഞങ്ങൾ തന്നെ ചെയ്യാം. മാത്രമല്ല വയനാട്ടിലെ സാധാരണക്കാർക്ക് ടൂറിസം മേഖലയിലൂടെ ഒരു നിശ്ചിത സ്ഥിര വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള വീടുകൾ ഒരുക്കി കൊടുക്കാമെന്നാണ് HRDS പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കാരിന് 10 പൈസ ചിലവില്ലാത്ത രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ നടത്താൻ സാധിക്കും. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി എല്ലാവരും സഹകരിക്കണം എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാനുള്ളത്. എന്നാൽ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ആരും കൊടുക്കരുത് എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓരോരുത്തർക്കും താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച ജനതയെ ചേർത്ത് നിർത്തേണ്ടതും അവർക്ക് കഴിയുന്നത്ര സഹായങ്ങൾ എത്തിക്കേണ്ടതും മനുഷ്യർ എന്ന രീതിയിൽ നമ്മളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്, ധാർമ്മികതയാണ്. ഇതിനുവേണ്ടി എല്ലാവരും കൈകോർത്തു നിൽക്കണം. അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റു വിധത്തിൽ സഹായിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അതെന്ത് തന്നെയായാലും വയനാട്ടിൽ ദുരന്തമുഖത്ത് സഹായം എത്തിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം തള്ളിക്കളയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രിയിലുള്ള അവിശ്വാസം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.